ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം ശ്ലോകം 71. മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകംഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തചക്രഗദാധര. ഹരി ഓം. ഹരി ഓം. 538 നാമം മഹാവരാഹ. വരാഹരൂപിയായിട്ട് ഭഗവാൻ അവതരിച്ചപ്പോൾ ആദ്യം ഒരു ശിശുരൂപിയായിട്ടാണ് ആ വരാഹം വന്നത്. ചെറുതായിട്ട് ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് വന്നു എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നീട് വലിയ ശരീരത്തോടു കൂടിയവനായി, അതാണ് മഹാവരാഹ. ഒപ്പം മഹഹ എന്നതിന് പൂജ, യജ്ഞം എന്നൊക്കെ അർത്ഥമെടുത്താൽ ഈ വരാഹമൂർത്തിയെ യജ്ഞവരാഹമൂർത്തിയായിട്ടാണ് പിന്നീട് മുനിമാരാൽ സ്തുതിക്കപ്പെട്ടത്. അങ്ങനെ യജ്ഞവരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാൻ എന്ന അർത്ഥത്തിലാണ് മഹാവരാഹ. 539 നാമം ഗോവിന്ദ. ഗൗ എന്നതിന് വാക്ക്, വാണി എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ വേദത്തിലെ വാക്ക്, ഉപനിഷത്തിലെ വാക്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ആ വാക്യങ്ങളെ കൊണ്ട് വിത് എന്നാൽ അറിയപ്പെടുന്നവൻ. അങ്ങനെ ഉപനിഷത്ത് വാക്യങ്ങളാൽ അറിയപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ ഗോവിന്ദ. 540 നാമം സുഷേണഹ. ഷേണഹ എന്നത് സേന എന്നതാണ്. പിന്നീട് അത് ഷേണഹ എന്നായി മാറിയതാണ്. സു എന്നാൽ നല്ലത്, നല്ല സേനയുള്ളവൻ, അതായത് വിശേഷപ്പെട്ട സേനയുള്ളവൻ എന്ന അർത്ഥത്തിലാണ് സുഷേണഹ. 541 നാമം കനക അങ്കതി. കനകാംഗതി. കനകം സ്വർണം, അങ്കദം തോൾവളകൾ. അപ്പോൾ സ്വർണമയങ്ങളായ തോൾവളകൾ ഉള്ളവൻ എന്ന അർത്ഥത്തിൽ കനകാംഗതി. 542 നാമം ഗുഹ്യഹ. രഹസ്യമായ, ഉപനിഷത്ത് കൊണ്ട് അറിയപ്പെടേണ്ടവൻ എന്ന അർത്ഥത്തിൽ ഗുഹ്യഹ. അതായത് ആ ഒരു ജ്ഞാനത്തിന് ആദ്യം അധികാരികളായി തീരണം. അതിനുള്ള ആ ഒരു അല്ലേ, നമ്മൾ പറയില്ലേ, എൻട്രൻസ് എക്സാം ഉണ്ട്, അത് നമ്മൾ ജയിച്ചിരിക്കണം. അതിനാണ് കർമ്മയോഗം. ഒരു ലൗകികനാണെങ്കിൽ ആദ്യം കർമ്മയോഗത്തിലൂടെ ചിത്തശുദ്ധി വരുത്തണം. അങ്ങനെ ചിത്തശുദ്ധി വരുന്ന ഒരാളുടെ മുന്നിൽ ആ ഭഗവാൻ തന്നെ ഒരു ഗുരുവിനെ അയക്കുന്നു. അതല്ലെങ്കിൽ നമ്മെ ആ ഗുരുവിൻ്റെ അരികിലേക്ക് എത്തിക്കുന്നതും ആരാണ്? ഭഗവാനാണ്. പിന്നീട് ആ ഉപദേശത്താൽ ശിഷ്യനും ഗുരുവും മാത്രമുള്ള ആ ഒരു ഏകാന്ത സാധനയിലൂടെ, അതാണ് ഗുഹ്യമായിട്ടുള്ള ആരാധന, രഹസ്യമായ ഉപനിഷത്ത് സത്യങ്ങളെ ആ ഗുരു തൻ്റെ ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്നു. അതാണ് ഗുഹ്യഹ. ഇനി മറ്റൊരർത്ഥത്തിൽ, നമ്മുടെയൊക്കെ ഉള്ളിൽ തൊട്ടടുത്തുണ്ടായിട്ടും നമുക്കൊന്നും കാണപ്പെടാതെ, നമ്മളാൽ അറിയപ്പെടാതെ ഗുഹ്യമായി നമ്മുടെ ഹൃദയാകാശത്തിൽ ഇരിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ഗുഹ്യഹ. 543 നാമം ഗംഭീരഹ. ജ്ഞാന ഐശ്വര്യ ബലാദികളെ കൊണ്ട് ഗംഭീരനായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഗംഭീരഹ. ഭഗവാന്റെ ഗുണങ്ങൾ തന്നെയാണ് ഭഗവാന്റെ സ്വരൂപം. ആ സ്വരൂപം തന്നെയാണ് ജ്ഞാനം, ഐശ്വര്യം, ബലം ഇവയൊക്കെ. ഇതിനെ കൊണ്ട് ഗംഭീരനായവൻ. 544 നാമം ഗഹനഹ. ഭഗവാന്റെ സഗുണരൂപത്തെ ഭക്തി കൊണ്ട് കുറേയൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെങ്കിലും ഭഗവാന്റെ നിർഗുണ രൂപത്തെ അത്ര പെട്ടെന്നൊന്നും ഗ്രഹിക്കാൻ സാധ്യമല്ല. ഭഗവാന്റെ ആ തത്വത്തിലേക്ക് പ്രവേശിക്കാൻ അത്ര എളുപ്പം സാധിക്കില്ല എന്നതിനാൽ ഗഹനമാണ്. ഭഗവാനെ കുറിച്ചുള്ള ആ തത്വം അറിയും തോറും നമുക്ക് അത് അത്രയും ഗഹനമാണ്, ആഴത്തിൽ പോകേണ്ട ഒന്നാണ് വേദാന്ത തത്വം. അത്ര പെട്ടെന്നൊന്നും നമുക്ക് വഴങ്ങിത്തരില്ല എന്നതിനാൽ ഗഹനഹ. 545 നാമം ഗുപ്തഹ. ഇവിടെയും അതേ അർത്ഥമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും പിടിതരാത്ത, അങ്ങനെ ഒരു ഗോപ്യമായിട്ട്, വളരെ രഹസ്യമായിട്ട് അടുത്തുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കാത്തിടത്തോളം ഭഗവാൻ എത്രയോ അകലെയാണ്, അല്ലെങ്കിൽ ഒന്നും പിടികിട്ടുന്നില്ല എന്ന് നമുക്ക് തോന്നും. അതാണ് ഗുപ്തഹ. നമ്മുടെ വാക്കിനും മനസ്സിനും ഗോചരൻ അല്ലാത്തവൻ എന്ന അർത്ഥത്തിലാണ് ഗുപ്തഹ. 546 നാമം ചക്രഗദാധര. ഇവിടെ സൂക്ഷ്മാർത്ഥത്തിൽ മനസ്സിൻ്റെ തത്വമാണ് ചക്രം എന്ന് പറയുന്നു, ബുദ്ധി തത്വമാണ് ഗദ. ഇങ്ങനെ മനസ്സ് തത്വാത്മകമായ ചക്രത്തെയും ബുദ്ധി തത്വാത്മികമായ ഗദയെയും ധരിക്കുന്നതിനാൽ ചക്രഗദാധര.
ഇനി സ്ഥൂലമായ അർത്ഥത്തിൽ സുദർശനം എന്ന ചക്രത്തെയും കൗമോദകി എന്ന ഗദയെയും ധരിച്ചവൻ എന്ന അർത്ഥത്തിലും ചക്രഗദാധര. ഹരിയോം.